ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലെ തന്നെ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ എണീറ്റു. ഞാൻ അലാറൊന്നും വെച്ചിട്ടില്ലായിരുന്നു, പക്ഷേ എന്തോ ഞാൻ തലേദിവസം നേരത്തെ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് എണീറ്റു. അപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ മാർക്കറ്റിലേക്ക് വിട്ടു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അരി തീർന്നിരിക്കുകയായിരുന്നു, പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശേ കേട്ടോ. പിന്നെ അതുപോലെ മീനും വാങ്ങിയിട്ട് 100 രൂപയ്ക്ക് മീൻ മേടിച്ചു, നെത്തലും പിന്നെ അതുപോലെ ചോമക്കോര കേട്ടോ. പിന്നെ 2 മീൻ എന്തോ അവർ എക്സ്ട്രാ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു, എന്നെ അറിയണമാണ്. അപ്പോൾ അതുകൊണ്ട് 2 മീൻ എന്തോ വേറെ എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച് തന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് ചായക്ക് ഞാൻ ഇന്ന് എണ്ണക്കടിയാണ് മേടിച്ചത്, ബ്രെഡ് പൊരിച്ചതും പിന്നെ അതുപോലെ പൊരിച്ച പത്തിരിയും കേട്ടോ. കുറേ ആയില്ലേ അവർ കഴിച്ചിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി. ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോൾ പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു സമയത്ത് ഞാൻ ഇവർക്കൊക്കെ ചായ കൊണ്ട് നടന്ന് കൊടുത്തിട്ട് ആ പൈസ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങി ചിലവും കാര്യങ്ങളൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ സ്ഥിരം ആ തൊപ്പിട്ട ചേട്ടനുണ്ടല്ലോ, പുള്ളി സ്ഥിരം കസ്റ്റമറായിരുന്നു. പിന്നെ ഇവരും അതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ മാർക്കറ്റിലിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ. പിന്നെ 2-3 കൊല്ലം ചായ കച്ചവടം ഞാനിവിടെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ 2 കൊല്ലം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് മീനെടുത്തിട്ട് മീൻ കച്ചവടം ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കിവിടെ പോകുമ്പോൾ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കിവിടെ വരുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോവാറുണ്ട്. അങ്ങനെ അപ്പം മീനൊക്കെ വാങ്ങി പോകും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര പേരായിട്ടെന്നറിയാം സംസാരിക്കാനുണ്ടാവുക, ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാനുണ്ടാവുക. ഞാൻ എല്ലാവരുടെ അടുത്തും വർത്തമാനം പറയാറുണ്ട്. പിന്നെ എനിക്കിതുപോലൊരു ലോകം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും വലിയൊരു മാർക്കറ്റിൽ അത്രയും ആളുകളായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവുക എന്ന് പറയണത് ഒരു സ്നേഹമല്ലേ. പിന്നെ ഞാൻ നേരെ വന്നത് മാർക്കറ്റിൻ്റെ പുറത്തേക്കൊക്കെ വന്നു. പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ചുട്ടോ, മിനി കൂൾബാറിൽ പോയിട്ട് ചായ ഒക്കെ കുടിച്ചു. തിരക്കിനിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു കോഴിമുട്ടയും അതേപോലെ കോഴിമുട്ട പുഴുങ്ങിയതും ഒരു പൊരിച്ച പത്തിരിയും കൂടിയിട്ട് ചായ കുടിച്ചു. പിന്നെ നേരെ വന്നത് റവ സ്റ്റോറിലാണ്. ഇവിടെ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാറ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. വണ്ടിയിലാണല്ലോ നമ്മൾ ചായ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ റവ സ്റ്റോറിൻ്റെ ഇവിടെ ഇങ്ങനെ സൈഡിൽ റവ സ്റ്റോറിൻ്റെ സ്വന്തം മുതലാളിയാണ് നിൽക്കണം കേട്ടോ. പുള്ളി പക്ഷെ നല്ല മനുഷ്യനാണ് കേട്ടോ. എനിക്കൊരുപാട് സഹായങ്ങൾ ഉണ്ടായിരുന്നു. വണ്ടി ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു അവിടുന്ന്. പിന്നെ സാധനങ്ങൾ എന്നോട് പറയും, പൈസ ഇല്ലെങ്കിലും കൊണ്ടുപോയിക്കോ, വാങ്ങാണ്ട് നിൽക്കരുത്, പൈസ പിന്നെ തന്നാലും മതി എന്നൊക്കെ പറയും. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് മിക്കവാറും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കാറ്. പിന്നെ ഇവിടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലക്കുറവുണ്ടെന്ന് വെച്ചാൽ വീടിനടുത്തുള്ള കടകളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പൈസ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും ഇവിടെ വരുമ്പോൾ ഇവിടുന്ന് മേടിക്കും. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ കുളിക്കുകട്ടോ ചെയ്തത്. മാർക്കറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും, മീനിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ തന്നെ കുളിച്ചു. പിന്നെ വന്നിട്ട് കറിയുടെ പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. വേഗം ചോറാക്കി. ചോറ് നമ്മൾ ചാക്സണിൽ ഇറക്കി വെക്കുകയാണ്, അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്തു. പിന്നെ മീൻ കറിക്ക് വേണ്ട നെത്തലാണ് ഞാൻ കറി വയ്ക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വിടാം. പിന്നെ ഇഞ്ചി എടുത്തതിൽ നോക്കുമ്പോൾ 3/4 ഭാഗത്തോളം കേടായിട്ടുണ്ടായിരുന്നു വാങ്ങി വെച്ചിട്ട്. അപ്പോൾ അതിന് ചെറിയ കഷ്ണം കിട്ടി, അതെടുത്തു. പിന്നെ വെളുത്തുള്ളി എനിക്ക് ലാസ്റ്റാണ് കിട്ടി, 2 എണ്ണം തപ്പിയപ്പോൾ കിട്ടി. പിന്നെ സവോളൊക്കെ ഇതേ മുള വന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. ഞാനതങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിയപ്പോൾ കവറോടെ അങ്ങോട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ അതുകൊണ്ട് സവോളൊക്കെ തന്നെ മുളല്ലേ അത് തന്നെ അങ്ങനെ വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. കറിക്കുള്ളത് കേട്ടോ, തക്കാളി, സവോള, പച്ചമുളക്, പിന്നെ 2 വെളുത്തുള്ളി തപ്പിയപ്പോൾ കിട്ടി, എനിക്ക് മറന്നുപോയി വാങ്ങണ്ട. അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചതും, പിന്നെ വേറെന്താ കറിവേപ്പില ഞാൻ എപ്പോഴെങ്കിലും ഇടുള്ളൂ കേട്ടോ. തേങ്ങ അരിഞ്ഞ് വെച്ചെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതാകുമ്പോൾ വേസ്റ്റൊന്നും മക്കൾക്ക് കളയാനുണ്ടാവില്ല. പിന്നെ മീൻ പൊരിക്കാനുള്ളത് ഇതാ, പിന്നെ കറിക്കുള്ളത്. അതേപോലെ ഞാൻ ചോറ് ഇപ്പോൾ വാർത്തലാട്ടോ. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, കൊട്ടക്കൈയിൽ വെച്ച് ഊറ്റെടുക്കല. പിന്നെ മീൻ പൊരിച്ചു കേട്ടോ. അതേപോലെ കറിയൊക്കെ ഉണ്ടാക്കി. കറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്രയും വിചാരിച്ചില്ല, നല്ല കറി ആയിട്ടുണ്ട്. പിന്നെ ചട്ടി എനിക്ക് മൺചട്ടി ഇതേ ഉള്ളൂ. മുമ്പുണ്ടായിരുന്നു, എൻ്റെ ഒന്ന് പൊട്ടിപ്പോയി, ഒരു വലുപ്പത്തിൽ വാങ്ങിയത്. പിന്നെ എനിക്കും മക്കൾക്കും മാത്രമായിട്ട് കറി വയ്ക്കുമ്പോൾ ചെറുതെന്ന് വെച്ചിട്ട് ചെറിയൊരു മൺചട്ടി കേട്ടോ ഇത്. അപ്പോൾ എല്ലാം നന്നായി വെച്ചത്. അപ്പോൾ അതേ ചോറ് തിന്നായിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഡ്രസ്സൊന്നും മാറിയില്ലേ. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടിയുടെ അടവിൻ്റെ ഡേറ്റാണ് 5-ാം തീയതി. അപ്പോൾ 4-ാം തീയതി ആയില്ലെന്ന്. അപ്പോൾ പൈസ അവരെപ്പോൾ എടുക്കും എന്നുള്ള അറിയില്ല. 4-ാം തീയതി ഉച്ച മുതൽ ക്യാഷ് ഉണ്ടാവണം അക്കൗണ്ടിൽ എന്നങ്ങ് പറയുക. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് എന്താക്കി, ഇറങ്ങിപ്പാലത്ത് മൊബൈൽ ഷോപ്പിലാണ് കൊണ്ടുപോയിട്ടത്. മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ടു എന്നല്ല, മൊബൈൽ ഷോപ്പിൽ പോയി പൈസ കൊടുത്തിട്ട് അതിനൊരു ചാർജ് കൊടുക്കും നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നതിന്. അപ്പോൾ
9,800 അടവ്. 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഞാൻ എല്ലാ മാസം ഇടാറുണ്ട്. അങ്ങനെ അതിട്ടിട്ട് ഓടി വന്നു ഞാൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉള്ളത് ആലോചിക്കും തോറും ഭയങ്കര വിശപ്പ്. പൊതുവെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ എന്തായിരുന്നു പൊരിച്ച പത്തിരി അതായിരുന്നല്ലോ ചായക്ക് കൂട്ടിയത്. അപ്പോൾ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് കുറച്ച് പണിയൊക്കെ എടുത്തല്ലോ. പിന്നെ കുഞ്ചൂസ് കണ്ടില്ലേ, കുഞ്ചൂസ് അവന് കറിയൊക്കെ നല്ല ഇഷ്ടമായിട്ട് അവൻ കുറേ പ്രാവശ്യം പറഞ്ഞു കറി നന്നായിന്ന്. പിന്നെ അവന് ട്യൂഷനുണ്ട് 2 മണിക്ക്. അപ്പോൾ അവൻ വേഗം തിന്നിട്ട് വേണം അവന് പോകാനായിട്ട്. പക്ഷേ പുള്ളി ഇത്തിരി നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നതാണ്. പിന്നെ രണ്ടാമതും കുറച്ചും കൂടി ചോറൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മീൻ കറി കുഞ്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ സ്ഥിരം വെക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇടവിട്ടിട്ട് മീൻ മേടിക്കുള്ളൂ എപ്പോഴെങ്കിലും, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ. അപ്പോൾ നന്ദു സമയം കാണിക്കുക കേട്ടോ, 1:25. പിന്നെ അച്ചാർ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇട്ടാ കേട്ടോ. ഒരു 40 രൂപയ്ക്കുള്ള നാരങ്ങ. ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മധുരം കഴിക്കണം. ഇപ്പം എപ്പോഴും അങ്ങനെയാണ്, ചോറ് തിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയേക്കണ പീനട്ട് ബട്ടർ കേട്ടോ. അത് ഈ ക്രഞ്ചിഡ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കപ്പലൻ്റെയൊക്കെ ഇങ്ങനെ കുഞ്ഞു പീസ് കഴിക്കാനുണ്ട്, അതിൽ കടിച്ച് തിന്നാനുണ്ട്. ബ്രെഡിൻ്റെ കൂടെയാണ് മിക്കവാറും നമ്മളിത് കഴിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഇത് വെറുതെ തിന്നണുണ്ട്. പിള്ളേരും കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് വാങ്ങിയേക്കണേ നമ്മൾ ജാംജൂൺ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്, പുഷ്പ ജംഗ്ഷൻ്റെ അവിടെ. അപ്പോൾ അന്ന് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. ദിവസം ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഷീബേച്ചിലൂടെ കൂടുതൽ ഓട്ടം പോയതായിരുന്നു. ഷീബേച്ച് ഇതുപോലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി എന്നെ ഓട്ടം വിളിച്ചു. ഞാൻ പോയി. പിന്നെ ഒരുപാട് സാധനങ്ങൾ, നല്ല നല്ല സാധനങ്ങൾ ഓഫറിലിട്ടപ്പോൾ ഞാനും പോയി വാങ്ങി. ഒരു 850 സംതിങ്ങിനുള്ള എന്തോ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിയതാണ് ഈ പീനട്ട് ബട്ടർ. ഇത് ഏകദേശം 1 കിലോൻ്റെ ഒക്കെ അടുത്തുണ്ട്. ഇത് തീരാനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വേഗം കഴിച്ചിട്ട് തീർത്തല്ല തീരാനായതാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മധുരം കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ ചിലപ്പോൾ ലഡ്ഡും ജിലേബി എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ച് വയ്ക്കലുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പായസമോ, ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ എനിക്ക് ഇന്ന് കരാട്ട ക്ലാസ്സിന് പോകാനുണ്ട് വൈകിട്ട് 4 മണിക്ക് ഇടാം. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ക്ലാസ് കഴിഞ്ഞ് നേരെ കുറച്ച് നേരം വണ്ടി എടുത്ത് ഓടാൻ പോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പിന്നെന്താ വേറെ, എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, നന്നായി പോണ്. ഓട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്, അങ്ങനെ പോണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്. ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.